ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 112. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 54-ാമത്തെ സൂക്തമാണ്. ഇതിലും ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രനാരാണെന്ന് നമുക്കറിയാം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുക. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു ശാസ്ത്രമുണ്ട്. പക്ഷെ ആ ശാസ്ത്രം ഉണ്ടായാൽ മാത്രം ആ കർമ്മം നടക്കില്ല. കർമ്മം നടക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ വരച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പ്ലാനുണ്ട്, മെറ്റീരിയൽ എല്ലാം ഉണ്ടെങ്കിലും വീടാവില്ല. വീടാണ്ടിക്ക് അതിനൊരു മേസ്ത്രി വേണം. ആ മെറ്റീരിയലിനെല്ലാം അതേപോലെ എടുത്ത് ഏകോപിപ്പിച്ചിട്ട് വീട് നിർമ്മിക്കണം. അതേപോലെ തന്നെ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മം അതിന് വേണ്ട സാധനങ്ങൾ വേണ്ട തരത്തിൽ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ കല്ല് ചേർത്ത് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് സിമെൻറ്റും മണലും എല്ലാം കുഴച്ചിട്ട് വെച്ചു കൊടുക്കും. അതുകൊണ്ട് കല്ലുകൾ തമ്മിൽ യോജിക്കില്ല. കല്ലുകൾ തമ്മിൽ യോജിക്കണ്ടെങ്കിൽ ആ കൊടുക്കുന്ന സിമെൻറ്റുകളിൽ മണൽ വെള്ളം എല്ലാം കൂടിയിട്ട് അവിടെ ഒരു രാസപ്രവർത്തനം നടന്നിട്ട് ആ ഉണ്ടാകുന്ന വസ്തു ഈ രണ്ട് കല്ലുകളുമായിട്ട് ചേർന്നിട്ട് ഒന്നാകണം. അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അവിടെ ഒരു ഏകോപിപ്പിക്കുന്ന ശക്തിയുണ്ട്. അതിൻ്റെ അകത്ത് പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്നുള്ള ബലമാണ് അവയെ ഏകോപിപ്പിച്ചിട്ട് ഒന്നാക്കി മാറ്റുന്നത്. അങ്ങനെ ഏത് കർമ്മം നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. പക്ഷെ അത് സയൻസിലൂടെയാണ് നടക്കുന്നത്. ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തിയുണ്ട്, ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനുണ്ട്. അത് നിയന്ത്രിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ആ ഒരു ധാരണ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 54-1. ഋഷി സവ്യൻ, ദേവതാ ഇന്ദ്രൻ, ഛന്ദസ് ജഗതി. മാനോ അസ്മിൻ മഖവൻ പൃത്സ്വംഹസി നഹിതേ അന്ത ശവസ പരീണശേ അക്രന്ദയോ നദ്യോ രോരുവദ്വനാകുധ നക്ഷോണീർ ഭിയസാ സമാരത. ഈ പ്രയാസമേറിയ യുദ്ധത്തിൽ ഞങ്ങളെ പ്രവൃത്തർ ആക്കരുതേ എന്ന് ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ദ്രൻ്റെ ശക്തി അനന്തമാണ്. ഇന്ദ്രൻ നദികളെയും ജലത്തെയും ശബ്ദയുക്തമാക്കി. അപ്പോൾ ഭൂമി എങ്ങനെ ഭയപ്പെടാതിരിക്കും? ഇവിടെ ഇന്ദ്രനോട് പറയുകയാണ്, മഹാനായ ഇന്ദ്രൻ മഹാനാണ്. കാരണം ഏത് കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്നത്, പൂർത്തീകരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിയാണ്. ഇന്ദ്രനോട് പറയാണ്, ഈ അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. എന്താണ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആധുനിക സയൻസ് തന്നെ പറയുന്നത്, എന്തൊരു കർമ്മം നടക്കുമ്പോഴും അവിടെ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ there is a reaction. ഈ രണ്ട് ആക്ഷനും റിയാക്ഷനും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കല്ലിനെ പൊട്ടിക്കുകയാണെങ്കിൽ പോലും കല്ലിന് ആ കല്ലായിട്ട് നിൽക്കാനാണ് താല്പര്യം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സത്വഗുണം. അപ്പം ആ കല്ല് പൊട്ടണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിക്കണം. അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ബലവും അവിടെ ഉണ്ട്. ഒരു ശക്തി കല്ലിനെ പൊട്ടാൻ സമ്മതിക്കില്ല.
പക്ഷേ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രൻ അതിലുള്ള ആറ്റങ്ങളെ വേർപെടുത്തിയിട്ട് കല്ലിനെ പൊട്ടിക്കുകയാണ്. അപ്പൊ ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് കല്ല് പൊട്ടുന്നത്. അപ്പൊ എപ്പോഴും ഒരു യുദ്ധമാണ് നടക്കുന്നത്. അത് വേദങ്ങളിൽ അപ്പോൾ എടുക്കുമ്പോൾ ഏത് കർമ്മവും ഒരു ഏറ്റുമുട്ടലാണ്. സയൻസിന്റെ അടിസ്ഥാനത്തിലും അത് ശരിയാണ്. if there is an action, there is a reaction. ആ റിയാക്ഷനെ മറികടന്നതിന് പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനോട് പറയുന്നു, കഷ്ടരൂപമായ ഈ യുദ്ധത്തില് ഞങ്ങളെ അധികം ഉൾപ്പെടുത്തരുതേ, നമുക്ക് ദോഷമായി തീരുന്നത് വരെ തരത്തിൽ ഇത് ബാധകമാക്കരുത്. കാരണം അവിടെയെല്ലാം ആ യുദ്ധത്തെ നയിക്കുന്നത് ഞങ്ങളല്ല, ഇന്ദ്രനാണ്. ഒരു കല്ല് പൊട്ടിക്കുമ്പോഴും നമ്മളവിടെ ബലം കൊടുക്കുന്നേ ഉള്ളൂ. അവിടെ ആ ആറ്റത്തിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടന്നിട്ട് ആറ്റങ്ങളെ, തന്മാത്രകളെ വേർപെടുത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് വേർപെടുത്തുന്നത്. നമ്മളെ ആ യുദ്ധത്തിൽ നിന്നും സഹായിക്കുന്നത് ഇന്ദ്രനാണ്. നമ്മുടെ കർമ്മം ഏറ്റെടുക്കുന്നത് ഇന്ദ്രനാണ്. നിന്റെ ശക്തി അനന്തമാണ്. അപ്പൊ അതെല്ലാം ചെയ്യുന്നത് ഇന്ദ്രനാണ്. ആ ഇന്ദ്രന്റെ ശക്തി അനന്തമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? അതിന് വേണ്ട തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കണം. ചിലപ്പോൾ അഗ്നി കൊടുക്കണം, ചിലപ്പം ബലം കൊടുക്കണം. ബലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കിടന്നിട്ടുള്ള കളി അത് ചെയ്തു. നീ നദികളെയും ജലത്തെയും യുക്തമാക്കി. നദികളെയും ജലത്തെയും എല്ലാം ശബ്ദമുഖരിതമാക്കുന്നത് ഇന്ദ്രനാണ്. എന്തുകൊണ്ടാണ് ഈ നദികൾ ഇങ്ങനെ പൊങ്ങി താണുകയെല്ലാം പോകുന്നത്, ഇങ്ങനെ പ്രവഹിക്കുന്നത്? അവിടെയെല്ലാം ഒരു സംഘട്ടനം നടക്കുന്നുണ്ട്. ആ സംഘട്ടന ഫലമായിട്ടാണ്, ആ പ്രതിരോധത്തെ തടുത്തുകൊണ്ടാണ് ജലം മുന്നോട്ടേക്ക് ഒഴുകുന്നത്. ഒരു ഏറ്റുമുട്ടൽ അവിടെയുണ്ട്. ഉദാഹരണമായിട്ട് അവിടെ വെള്ളം ഒഴുകുന്നിടത്ത് ഒരു കല്ലുണ്ടെങ്കിൽ വെള്ളം വന്ന് ശക്തിയിൽ കല്ലിൽ ഇടിക്കും, കല്ല് തടുത്തു വെക്കാൻ നോക്കും. അപ്പം അതിനെ മറികടന്നുകൊണ്ടെല്ലാം വെള്ളം മുന്നോട്ടേക്ക് ഒഴുകും. അപ്പൊ അവിടെയെല്ലാം പോകുന്ന വഴിക്കെല്ലാം ഒരു എതിർപ്പുണ്ട്. അവിടെയെല്ലാം തന്നെ ഇന്ദ്രനാണ് അതിന് മുന്നോട്ടേക്ക് പോകാനുള്ള കളമൊരുക്കി കൊടുക്കുന്നത്. അതിന് അതിൻ്റെതായ ശക്തി, കുന്നിന്മേൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ ആ വീഴ്ചയിലൂടെ കിട്ടുന്ന ബലമാണ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രൻ വെള്ളത്തെ എല്ലാം ചലിപ്പിച്ചുകൊണ്ട്, അത് നദികളായാലും ജലമായാലും എല്ലാം ശബ്ദത്തിൽ ഒഴുകുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അവിടെ ഇന്ദ്രനാണ് വെള്ളത്തെ താഴ്ന്ന നിലയിലേക്ക് ഒഴുക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ പൃഥ്വി എങ്ങനെ ഭയപ്പെടാതിരിക്കും? അപ്പൊ അത്രയും ബലവാനാണ് ഇന്ദ്രൻ. അതുകൊണ്ടാണ് ഭൂമി പോലും ഭയന്നു പോകും. കാരണം കുന്നിന്മേൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ഭൂമി പോലും കുഴിഞ്ഞു പോകുന്നുണ്ട്. അവിടെ മണ്ണൊലിപ്പുണ്ടാകുന്നുണ്ട്, ഭൂമി പോലും പലക്കും. അപ്പൊ ഇതിനെല്ലാം ഈ ഒരു അവിടെയെല്ലാം എതിർപ്പുണ്ട്. ഭൂമി എന്ത് ചെയ്യും? എതിർക്കും. വെള്ളം വീഴുമ്പോൾ ഭൂമി ഒന്ന് തടുത്തു നോക്കും. പക്ഷെ ഒരു രക്ഷയില്ല, ഭൂമി മണ്ണടക്കം എണീച്ച് പോകും. അവിടെ എല്ലാം ആക്ട് ചെയ്യുന്നത് ആരാണ്? വെള്ളത്തെ ഒഴുകാനുള്ള ശക്തി വരുന്നതാണ്. അവിടെ ഒരു സയൻസ് ഉണ്ട്. വെള്ളം ഉയർന്ന നിലയിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ എനർജി പുറത്തേക്ക് വരും. ഈ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് കുതിച്ചൊഴുകുന്നത്. പക്ഷെ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശക്തി ഇന്ദ്രനാണ്. ഇനി രണ്ടാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 54:2. അർച്ചാ ശക്രായ ശാകിനേ സജീവദേ ശുണ്വന്തം ഇന്ദ്രം മഹയഭിന്ന അഷ്ടുഭി യോ തൃഷ്ണുനാശവസാരോദസി ഉഭേ വൃഷാ വൃഷത്വാ വൃഷാഭോ നിർജതേ. സർവശക്തനും ജ്ഞാനിയുമായ ഇന്ദ്രനെ നമസ്കരിക്കുവാനും സ്തുതികൾ ശ്രവിക്കുന്ന ഇന്ദ്രനെ ആദരപൂർവ്വം വാഴ്ത്തുവാനും മനുഷ്യരോട് പറയുന്നു. ഇന്ദ്രൻ
പ്രജകളിൽ ധനം വർഷിക്കുന്നവനും അതിശക്തിയാൽ ആകാശത്തെയും ഭൂമിയെയും പ്രശോഭിപ്പിക്കുന്നവനും ആണ്. ഇവിടെ മനുഷ്യരോട് പറയുകയാണ്, സർവശക്തനും ജ്ഞാനിയുമായ ഇന്ദ്രനെ നമസ്കരിക്കുക. ഇന്ദ്രൻ അത്രയും ശക്തിമാനാണ്, അതുകൊണ്ട് അവനെ നമസ്കരിക്കുക. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതും കർമ്മങ്ങൾ ചെയ്യാം. വെള്ളം വീഴുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ വൈദ്യുതിയാക്കി മാറ്റാൻ സഹായിക്കുമാര് ഇന്ദ്രൻ. നമ്മളവിടെ ഒരു ജനറേറ്റർ വെച്ച് കൊടുത്താൽ മതി. ആ ജനറേറ്ററിനെ ആ ശക്തി ഉപയോഗിച്ച് കറക്കിക്കൊണ്ട് അതിലുള്ള ആറ്റങ്ങളിലുള്ള ഇലക്ട്രോണിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് അതിനെ കമ്പിയിലൂട്ട് ഒഴുകാൻ സഹായിക്കും, വൈദ്യുതി രൂപത്തിൽ ഒഴുകും. അപ്പം അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷവും അതിൽ നിന്നും ഉടലെടുക്കുന്നുണ്ട്. ആ ഇന്ദ്രന് അവൻ സർവശക്തനാണ്, ജ്ഞാനിയാണ്. അപ്പം നേരത്തെ വെള്ളം ഒഴുകുന്നതിനെ പറ്റി പറഞ്ഞിട്ടാണ് പറയുന്നത്. അവൻ ജ്ഞാനിയാണ്, സർവശക്തനാണ്. അതിനെ നമ്മൾ ഉപയോഗിക്കണം. ആ ഇന്ദ്രനെ നമ്മൾ സ്തുതിക്കുവിൻ. എന്നിട്ട് സ്തുതികളാൽ അവനെ ആദരപൂർവം വാഴ്ത്തുവിൻ. അതിനെ നമസ്കരിക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ട് സ്തുതികളാൽ അവനെ ആദരപൂർവം വാഴ്ത്തുവിൻ. സ്തുതികളാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇന്ദ്രന്റെ കഴിവുകളെ, കുത്തിയൊലിച്ചു പോകുന്ന നദികളിലൂടെ കുത്തിയൊലിച്ചു പോകുന്ന ആ ജലത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട്, യുദ്ധം ചെയ്തുകൊണ്ട്, പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് വെള്ളം മുന്നോട്ടേക്ക് ഒഴുകുന്നത്. അതിൻ്റെ എല്ലാം നേതൃത്വം എടുക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അതാണ് ഇന്ദ്രനായിട്ട് ചിത്രീകരിച്ചത്. ആ ഇന്ദ്രനെ സ്തുതിക്കുക, സ്തുതികളോടെ ആദരപൂർവം അതിനെ വാഴ്ത്തുവിൻ. അവൻ പ്രജകളിൽ ധനം വർഷിക്കുന്നവനും. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രജകളിൽ ധനം വർഷിക്കും. ആ ശക്തി നമ്മൾ ഇങ്ങനെ കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തിൽ നിന്ന് ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഡാം കെട്ടിക്കൊണ്ട് അതിൻ്റെ ശക്തിയെ നമ്മൾ ഇന്ദ്രന്റെ സഹായത്താൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതിയാക്കി മാറ്റാം. ഭാവിയിൽ കെട്ടി നിർത്തിക്കൊണ്ട് കുറച്ചോ ഒഴുക്കിക്കൊണ്ട് തടാകങ്ങളിൽ നിന്നുള്ള വെള്ളത്തെ, കെട്ടി നിർത്തിയ വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാം? കൃഷിക്ക് പിൽക്കാലത്ത് ഉപയോഗിക്കാം. അപ്പൊ അവൻ പ്രജകളിൽ എന്ത് ചെയ്യും? ധനം വർഷിക്കുന്നവനാണ്. അതിശക്തിയാൽ ആകാശത്തെയും ഭൂമിയെയും പ്രശോഭിപ്പിക്കും. അതിൻ്റെ ശക്തി അപാരമാണ്. ആകാശത്ത് നിന്ന് വെള്ളം വീഴുന്നുണ്ട് മഴയായിട്ട്. ആകാശത്തു നിന്ന് വരുന്ന മഴയാണ്, ആകാശത്തു നിന്ന് വീഴുന്ന മഴയുടെ ആ ശക്തിയാണ് ഇങ്ങനെ കുത്തിയൊലിച്ചു പോകുന്നത്. അതിൽ ഉള്ള ആ ശക്തിയെ, ഇന്ദ്രനെ നമുക്ക് എന്ത് ചെയ്യണം? ഉപയോഗിച്ച് ധനസമ്പാദനത്തിന് ഉപയോഗിക്കാം. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 54-3 അർച്ചാദിവേ ബൃഹദേ ശുഷ്യം വജ സ്വക്ഷത്രം യസ്യ ദൃഷദോ ദൃഷന്മന ബൃഹച്ഛവ അസുരോ ബർഹണാ കൃതപുരോ ഹരിഭാം വൃഷഭോ രഥോ ഹിഷഃ. മഹാശക്തനായ ഇന്ദ്രന്റെ മനസ്സ് ഭയരഹിതമാണ്. അദ്ദേഹത്തെ ആദരപൂർണങ്ങളായ വാക്കുകളാൽ സ്തുതിക്കുവിൻ. അവൻ ശത്രുക്കളെ അകറ്റുന്നവനും അഭീഷ്ട വർഷകനുമാണ്. ഈ മഹാശക്തിമാനായ ഇന്ദ്രന്റെ മനസ്സ് ഭയരഹിതനാണ്. അവന് ഒരു ഭയവുമില്ല. ഇങ്ങനെ ശക്തിമാനായ ഇന്ദ്രന് ഒരു ഭയവുമില്ല. അദ്ദേഹത്തെ ആദരപൂർണമായ വാക്കുകളാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. അത്രയും ഫലമില്ലാത്ത ഒരു ശക്തി സ്രോതസ്സാണ് ആ ഇന്ദ്രൻ. ആ ഇന്ദ്രനെ നമ്മൾ സ്തുതിക്കണം. സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇന്ദ്രൻ സ്തുതിച്ചാൽ ഇന്ദ്രൻ സംതൃപ്തനാകും. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിച്ചാൽ അത് സംതൃപ്തനായിട്ട് എന്ത് ചെയ്യും? അവൻ ശത്രുതകളെ അകറ്റിത്തരും, അഭിഷ്ട കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ശത്രുക്കളെ എങ്ങനെയാണ് ഇല്ലാതാക്കുക?
നമ്മൾ മഴക്കാലത്ത് വരുന്ന ശക്തിയായിട്ട് പെയ്യുന്ന മഴവെള്ളത്തെ നമ്മൾ സംഭരിച്ച് വെക്കുകയാണെങ്കിൽ മഴയില്ലാത്ത കാലത്ത് ശത്രുതയാണ്, നമുക്ക് കൃഷികളൊന്നും നടാൻ പറ്റാത്ത അവസ്ഥ വരും, പ്രകൃതി നമുക്കെതിരാണ്. ആ സമയത്ത് ഈ വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. അപ്പോൾ നമ്മളെ അഭിഷ്ടങ്ങളും അവൻ സാധിപ്പിച്ചു തരും. ഇവിടെയെല്ലാം ആ മഴവെള്ളത്തിൻ്റെ ജലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അതിലുള്ള ശക്തി. ആ ശക്തിയെ ഇന്ദ്രനാണ് നയിക്കുന്നത്. ആ ഇന്ദ്രനെ, ആ ബലത്തെ നമ്മൾ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, നമുക്ക് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പല വഴികളിലൂടെ ധനം സമ്പാദിക്കാം, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാം. ഇനി നാലാമത്തേത് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 54 4. ത്വം ദിവോ ബൃഹദസാനു കോപയോവത് മനാ തൃഷദാ ശംബരംഭിനാത് യന്മായിനോ വൃന്ദിനോ മന്ദിനാ തൃഷച്ഛിതാം ഗപസ്ഥിം അശനിം പ്രതന്വസി. ഇന്ദ്രൻ ആകാശത്തിൻ്റെ മൂർധാവിനെ പ്രകമ്പനം കൊള്ളിക്കുകയും തൻ്റെ സാമർഥ്യത്താൽ ശംബരനെ വധിക്കുകയും ചെയ്തു. നിസ്സംശയമായ യുദ്ധത്തിൽ രാക്ഷസന്മാരെ കൊല്ലുന്നവനാണ് ഇന്ദ്രൻ. നാലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ദ്ര ആകാശത്തിൻ്റെ മൂർധാവിനെ പ്രകമ്പനം കൊള്ളിക്കുകയും ആകാശത്തിൻ്റെ മൂർധാവിലാണ് മേഘങ്ങളുള്ളത്. ആ മേഘങ്ങളെ തടുത്തു നിർത്തുന്ന ശക്തിവിശേഷമുണ്ട്. പല ഘടകങ്ങൾ തടുത്തു നിർത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് സൂര്യൻ തടുത്തു നിർത്തുന്നുണ്ട്. കാരണം മേടമാസത്തിൽ സൂര്യൻ ഭൂമിയോട് അടുത്തായതുകൊണ്ട് ആ ചൂട് കൊണ്ട് വെള്ളം മുകളിലേക്ക് പോകും. അപ്പോൾ മഴ പെയ്യാൻ സഹായകരമല്ല. അപ്പോൾ സൂര്യൻ്റെ ശക്തി കുറയുമ്പോഴാണ് മഴയായിട്ട് പെയ്യുന്നത്. അപ്പം സൂര്യൻ ഒരു ഘടകമാണ്. അങ്ങനെ പലതരം ഘടകങ്ങളിലുള്ളതിൽ ഒന്നാണ് മായാവിയായ ശംഭരൻ. അപ്പോൾ ശംഭരനെ വധിക്കുകയും ചെയ്തു. പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് ശംഭരനെ വധിക്കുക എന്ന് പറയുമ്പോൾ ആറ്റങ്ങളെ, ചാർജുള്ള മേഘങ്ങളാണ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുള്ള മേഘങ്ങളെ വേർതിരിച്ച് നിൽക്കുന്ന ശക്തിവിശേഷങ്ങളിൽ ഒരു ഘടകമാണ് ശംഭരൻ. മായാവിയാണത്. മേഘങ്ങളെ മാറ്റി മാറ്റി കൊണ്ടുപോകും, കൂടിച്ചേരാൻ സഹായിക്കില്ല. പക്ഷേ ചാർജുള്ള ജലം രണ്ടായി തിരിഞ്ഞിട്ടുള്ള ചാർജുള്ള കണങ്ങളുള്ള മേഘങ്ങളെ യോജിപ്പിക്കുന്നതിന് മായാവിയായ ഈ ശംഭരനെ വധിച്ചിട്ടാണ് ഇന്ദ്രൻ ആകാശത്ത്. അപ്പോഴാണ് ആകാശം പ്രകമ്പനം കൊള്ളുന്നത്. ഇടിയും മിന്നലും എല്ലാം ഉണ്ടാകുന്ന ആ സമയത്താണ്. അങ്ങനെ അവയെ തമ്മിൽ പ്രകമ്പനം കൊള്ളിച്ചിട്ട് മഹാസാമർത്ഥ്യത്താൽ ശംഭരനെ വധിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നീ നിസംശയമായി യുദ്ധത്തിൽ രാക്ഷസന്മാരെ കൊല്ലുന്നവനാണ്. അതിനെ തടത്തു നിർത്തുന്ന ശക്തികളെയാണ് രാക്ഷസരെന്ന് പറയുന്നത്. അതിൽപ്പെടുന്നതാണ് ഈ ശംഭരനൻ. എന്നിട്ട് എന്ത് ചെയ്യൂ? നീ വലിയ ഇടിമിന്നലുകൾ അവിടെ ഉണ്ടാക്കി. മേഘങ്ങളെ യോജിപ്പിക്കുമ്പോൾ, ചാർജുള്ള കണങ്ങൾ യോജിക്കുമ്പോഴാണ് ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത്. അതായത് ഇലക്ട്രോണുകൾ കൂടിച്ചേരുമ്പോഴുള്ള ഇലക്ട്രോൺ ഒന്നിൽ നിന്നും ഒരാറ്റത്തിൽ നിന്നും മറ്റൊന്നത് മാറ്റപ്പെടുന്ന അവസ്ഥ. അതെല്ലാം ആരാണ് ജയിക്കുന്നത്? അനുകൂലമായ സാഹചര്യം വരുമ്പോൾ മേഘങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സയൻസിൽ നിന്നും പ്രേരകമായ അല്ലെങ്കിൽ ജ്യോതിഷത്തിലൂടെ ആ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രനെന്ന് പറയുന്നത്. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 54 5. നിയത് വൃണക്ഷി ശ്വസനസ്യ മൂർധ്നി ശുഷ്ണസ്യ ചിദ്വൃന്ദിനോരോരുവത്വന പ്രാചീനേന മനസാ ബർഹണാവത യദ്വച്ചിത്കൃണവ കസ്ത്വാപരീ. ഇന്ദ്രൻ വായുവിന് മുകളിൽ ജലം ഗർജിക്കുന്നതിന് വേണ്ടി പ്രേരണ നൽകി ശുഷ്ണനെ വധിച്ചു. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇന്ദ്രൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ ആർക്കും തടയാൻ
സാധിക്കുകയില്ല. ഇവിടെ 5 എന്താണ് പറയുന്നത്? നീ വായുവിന്റെ മുകളിൽ, ഈ വായുവിന്റെ മുകളിൽ ജലം ഗർജിക്കുന്നതിന് വേണ്ടി, ജലം ഗർജിക്കുക എന്ന് പറഞ്ഞാല് ജലങ്ങള് രണ്ടായി തിരിഞ്ഞ ജലം, ചാർജ് കണങ്ങളായി തീരുന്ന മേഘങ്ങൾ കൂടിച്ചേരുന്നതിന് വേണ്ടി, അപ്പോഴാണ് ഗർജനം ഉണ്ടാകുന്നത്, ഇടിമുന്നൽ ഉണ്ടാകുന്നത്. പ്രേരണ നൽകി ശുഷ്ണനെ വധിച്ചു. ശുഷ്ണനെ വധിച്ചു എന്ന് പറഞ്ഞാൽ, ശുഷ്ണൻ എന്ന് പറയുന്നതിന് സൂര്യൻ എന്ന നിലയിലും ഇതിനെ കാണാം. സൂര്യന്റെ ചൂട് കൊണ്ടാണ് വെള്ളം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോയിട്ട് വേർപെടാതെ നിൽക്കുന്നത്. അപ്പൊ ആ സൂര്യന്റെ ആ വേർപെടുത്തി നിർത്തുന്ന ശക്തിയെ കൂടി പൊളിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്? അനുകൂലമായ കർക്കിടകമാകുമ്പോൾ എന്ത് ചെയ്യും? സൂര്യന്റെ ബലം കുറയും. അപ്പോൾ ഈ മേഘങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യും? കൂട്ടിച്ചേർപ്പിക്കും ഗർജനത്തോടുകൂടി വായുവിന്റെ മുകളിലുള്ള മേഘങ്ങളെ. നീ ഇതേ കാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അതായത് നീ എപ്പോഴും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവമാസം ചെയ്യിപ്പിക്കും, കർക്കിടക മാസം ചെയ്യിപ്പിക്കും, വേറെ ഏതെങ്കിലും മാസത്തിലും വേണ്ടിക്കില് അനുകൂല സമയം വരുമ്പോൾ മഴ പെയ്യിപ്പിച്ച്, ചിലപ്പോൾ മേടത്തിലും പെയ്യിപ്പിച്ചെന്ന് വരും അനുകൂല സമയം. കാരണം മരുത്തുക്കളെല്ലാം ചിലപ്പോൾ അനുകൂലമായി വരുമ്പോൾ ഇന്ദ്രൻ കയറിയിട്ട് നേരം മഴ പെയ്യിപ്പിക്കും അനുകൂല സാഹചര്യം വരുമ്പോൾ. സൂര്യനാണ് ഇതിനെ വേർപെടുത്തി നിർത്തുന്നത്, സൂര്യന്റെ ചൂട്. അപ്പൊ ചില അനുകൂല സാഹചര്യം വരുമ്പോൾ ആശാൻ കയറിയിട്ട് ഇവയെ യോജിപ്പിച്ചിട്ട് മഴ പെയ്യിക്കും. അപ്പൊ നീ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിനെ ആർക്കും തടയുവാൻ പറ്റുകയില്ല. അപ്പോൾ കർക്കിടകത്തിലും ഇടവത്തിലും മാത്രമേ മഴ പെയ്യുന്നൊന്നും ചിന്തിച്ചേക്കരുത്. അനുകൂല സാഹചര്യം കിട്ടുമ്പോൾ ഇന്ദ്രൻ കയറി ഇവരെ തമ്മിൽ യോജിപ്പിച്ചിട്ട് മഴ പെയ്യിപ്പിക്കും. അതിനെ ആർക്കും തടയാൻ പറ്റില്ല, സൂര്യനും പറ്റില്ല. സൂര്യനാണ് ചൂട് കൊണ്ടാണ് ഇത് വേർപെട്ട് അങ്ങനെ ആകാശത്തിൽ നിൽക്കുന്നത്. പക്ഷേ ചില സാധ്യത്തിൽ അത് സാധിപ്പിച്ചെടുക്കും. ഇനി 6-ാമത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 54 6. ത്വം ആവിതന്നറിയം തുർവശം യതും തും തുർവീതിം വയ്യം ശതക്രതോ ത്വം രഥമേദേശം കൃത്വേധനേ ത്വം പുരോ നവതീം ദംഭയോ നവ. ഇന്ദ്രൻ പ്രജാനന്മാരുടെ ഹിത ചിന്തകന്മാരായ തുർവശൻ, യദു, തുർവീതി എന്നിവരെ രക്ഷിച്ചു. രഥത്തെയും അശ്വങ്ങളെയും രക്ഷിച്ചുകൊണ്ട് ശമ്പരന്റെ 99 കോട്ടകളും തകർത്തു. ഇവിടെ ബഹുകർമാവായ ഇന്ദ്രൻ എന്ന് പറയുകയാണ്. ഇന്ദ്രൻ പല കർമ്മങ്ങളും ചെയ്യുന്നവനാണ്. ഇത് മഴയായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഇന്ദ്രൻ ലോകത്തിൽ പലതരം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പലതരം കർമ്മങ്ങൾ ചെയ്യുന്നതിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങൾ പലതരത്തിലാണ്. അപ്പം പലതര കർമ്മങ്ങൾ, അപ്പം ആർക്കെല്ലാം വേണ്ടി? പ്രജാനന് വേണ്ടി, തുർവശന് വേണ്ടി, യദു, തുർവീതി എന്നിവർക്കെല്ലാം വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം പലതരം പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കഥകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പുരാണ കഥകളിൽ വരുന്ന കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ്. ആ വിഷയങ്ങൾ അതാത് സമയത്ത് പറയാം. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നീ രഥത്തെയും അശ്വങ്ങളെയും രക്ഷിച്ചുകൊണ്ട്, രഥം എന്ന് പറയുമ്പോൾ ചലനാത്മകം, അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ബലം, ചലിക്കുന്ന ബലങ്ങൾ, ചലിക്കുന്ന ബലങ്ങളുടെ സഹായത്താൽ ശമ്പരന്റെ 99 കോട്ടകളെ തകർത്തു എന്ന് പറയാണ്. പല കർമ്മങ്ങളിലായിട്ട്, മേഘത്തിൽ മാത്രമല്ല, എല്ലാത്തിനും സംഭവിക്കുന്നത് എന്താണ്? ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ട്. ഈ ആറ്റങ്ങൾ എത്ര തരത്തിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. ഏകദേശം 100-നടുപ്പിച്ച ആറ്റങ്ങളാണ് ഉള്ളത്, 100-നടുപ്പിച്ചുള്ളത്. അതുകൊണ്ടാണ് ഏകദേശം 99 എന്ന നിലയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ. അപ്പം 99 തരം ആറ്റങ്ങളെ പൊട്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടാണ് പ്രപഞ്ചത്തിൽ എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത്. 99 തരം എന്ന് പറഞ്ഞതാണ്. 99 എന്നല്ല, 108 എന്നും പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം പെട്ടെന്ന് അസ്ഥിരമായതാണ്. ഒരു മാക്സിമം ഒരു 108 വരെ ആകാമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് 108ന്റെ ഒരു പ്രാധാന്യം. 108 രുദ്രന്മാർ എന്നെല്ലാം പറയുന്നത്. പക്ഷേ ആക്ച്വലി ഒരു 99 എന്നതിലാണ് വേദം കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു 99നെയാണ് വേദം എടുക്കുന്നത്. ഇത്തരം മാറ്റങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത്. അപ്പം എല്ലാ കർമ്മങ്ങളും, അനേക കർമ്മങ്ങൾ,
ഇതെല്ലാം മായാലോകമാണ്. അതാണ് മായാവികളായ ശംഭരന്മാരെ. മായാലോകം ഉണ്ടായിരിക്കുന്നത് ഈ 99 തരം ആറ്റങ്ങൾ പലതരത്തിൽ പൊട്ടിയും കൂടിച്ചേർന്നിട്ടുമാണ്. ഈ കർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ്. ആറ്റങ്ങളെ പൊട്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ത് പറയാണ്? നീ ബഹുകർമ്മവാണ്. നീ മായാവികളായ 99 കോട്ടകളെയും തകർത്തിട്ട് പലതരം കർമ്മങ്ങൾ ഈ നാട്ടിൽ പലവർക്ക് വേണ്ടിയും നീ ഇതിന് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 54-7. സാഖാ രാജാ സത്പതി ശിശുവജ്ജനോ രാധഹവ്യ പ്രതിയാ ശാസമിന്യുതി ഉക്വാ വായോ അഭിഗൃഹാതി രാധസ ഭാനുരസ്മാ ഉപരാഭിന്യുതേതിവാ. ഹവിർദാതാവും നിയമത്തിൽ കൂടി ചരിക്കുന്നവനുമായ മനുഷ്യൻ ഉത്തമ പുരുഷന്മാരുടെ സ്വാമിയായി വളരുമ്പോൾ മനോഹര സ്തുതികളുടെ ഗായകന്മാർക്ക് വേണ്ടി ആകാശത്തിൽ നിന്ന് ജലവർഷം ഉണ്ടാകുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹൈവർദാതാക്കളും നിയമത്തിൽ കൂടി പരിചരിക്കുന്നവരുമായ മനുഷ്യർ. അപ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹവിസ് നൽകുന്നവർ, ഹവിർദാതാക്കളായ മനുഷ്യർ എന്ത് ചെയ്യുന്നു? ഇന്ദ്രനായിക്കൊണ്ട് ഹവിസ് അർപ്പിക്കുമ്പോൾ മനോഹര സ്തുതികളുടെയും ഗായകന്മാർക്ക് വേണ്ടി, സ്തുതികളുടെ ഗായകന്മാർക്ക് വേണ്ടി, അതായത് സ്തുതിച്ചുകൊണ്ട്, അപ്പോൾ സ്തുതിക്കുന്ന ഗായകന്മാരുടെ സഹായത്താൽ ആകാശത്തിൽ നിന്നും ജലവർഷം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സോമയാഗത്തില് സ്തുതിക്കുകയാണ്. സോമയാഗത്തില് സാമവേദ മന്ത്രങ്ങൾ ഉരുവിടുകയാണ്. സ്തുതിച്ചുകൊണ്ടാണ് സോമയാഗം നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ആ ഹോമകുണ്ഡത്തിൽ നിന്നും അതിൽ ചിലത് അർപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും ചാർജായ കണങ്ങളാണ് മുകളിലേക്ക് പോകുന്നത്. ആ കണങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നിട്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ഹവിസ് നൽകിയാണ് ഇന്ദ്രന് വേണ്ടിയിട്ട്. ഇന്ദ്രനാണ് മഴ പെയ്യിക്കേണ്ടത്. അത് അനുകൂല സമയത്താണ് ജപിക്കുക. അല്ലാത്ത സമയത്ത് പെയ്യിപ്പിക്കണ്ടെങ്കിൽ ഇവിടുന്ന് സാമവേദം ചൊല്ലിക്കൊണ്ട്, അതായത് സാമവേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവര് സാമവേദത്തിലൂടെ ഹവിസ് അർപ്പിക്കുകയാണ് അങ്ങേക്ക്. എങ്ങനെ? യാഗസ്ഥലത്തു നിന്ന് ഉയരുന്ന പുകയിലൂടെ ഈ അയണൈസ്ഡ് പാർട്ടിക്കിളും ആകാശത്തിലേക്ക് ഉയരുന്നുണ്ട്. അങ്ങനെ ഉയരുമ്പോൾ ആ അയണൈസ്ഡ് പാർട്ടിക്കിളുടെ സഹായത്താൽ മേഘങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? മേഘത്തെ യോജിപ്പിച്ചിട്ട് മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. ആ മേഘം യോജിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സാമവേദത്തിലൂടെ, സോമയാഗത്തിലൂടെ സാധിപ്പിച്ചെടുക്കുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ മനുഷ്യര് ശാസ്ത്രത്തിൻ്റെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ സോമയാഗം നടത്തുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ആകാശത്തിലെ മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കും. ഇനി 8 അവിടെയും ഇന്ദ്രൻ തന്നെയാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത്. ഇവിടുന്ന് ചില സോമങ്ങൾ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അതിനെ വിഘടിച്ചിട്ട് ചാർജുള്ള കണങ്ങളാക്കി മാറ്റുന്നതും ഇന്ദ്രനാണ്. ഇതിനെ ഉയർത്തുന്നതും ഇന്ദ്രനാണ്. അവിടെ വെച്ചിട്ട് അവയെ ഇതിൻ്റെ സഹായത്താൽ മേഘങ്ങളെ യോജിപ്പിക്കുന്നതും ഇന്ദ്രനാണ്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 54-8. അസമം ക്ഷത്രം അസമാ മനീഷ പ്രസോമപ അപസാസന്തു നേമേ ഏത ഇന്ദ്രോ ദദുഷോ വർദ്ധയന്തീമഹി ക്ഷത്രം സ്ഥവിരം വൃഷ്ണ്യം ച. സോമപാനം ചെയ്യുന്ന ഇന്ദ്രൻ്റെ ബലവും ബുദ്ധിയും അളക്കാൻ സാധ്യമല്ല. ഇന്ദ്രൻ ദാനശീലത്താൽ രാജ്യത്തെയും ബലത്തെയും വർദ്ധിപ്പിക്കുന്നു. സോമപാനം ചെയ്യുന്നവനായ ഇന്ദ്രന്റെ ബലവും ബുദ്ധിയും തുലനം ചെയ്യാൻ നമുക്കൊന്നും സാധ്യമല്ല.
സോമപാനം, ഈ കൊടുക്കുന്ന സോമം, നമ്മൾ അഗ്നിയിൽ അർപ്പിക്കുന്ന സോമം, സോമയാഗത്തിൽ അഗ്നിയിൽ അർപ്പിക്കുന്ന സോമത്തെ ഇന്ദ്രൻ സ്വീകരിച്ചിട്ട് അതിനെ ചാർജുള്ള കണങ്ങളാക്കിയിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നു. അങ്ങനെ അയനൈസ് ചെയ്ത കണങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന മേഘങ്ങളെ യോജിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അങ്ങനെ അവയെ യോജിപ്പിക്കുന്നു. അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഇന്ദ്രൻ, സോമപാനം ചെയ്തവനായ ഇന്ദ്രൻ്റെ ബലവും ബുദ്ധിയും തുലനം ചെയ്യാൻ കഴിയില്ല. ഇന്ദ്രനാണ് ഈ സോമത്തെ വിഘടിച്ചിട്ട് ചാർജുള്ള കണങ്ങളാക്കിയിട്ട് ഉയർത്തുന്നത്. അതിനുള്ള ബുദ്ധി ഇന്ദ്രനുണ്ട്. ഇതിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് മഴ പെയ്ക്കാനുള്ള കഴിവ് ഇന്ദ്രനുണ്ട്. അതിനെ ആരുമായിട്ട് തുലനം ചെയ്യാൻ കഴിയില്ല. നീ എന്ത് ചെയ്യണം? ദാനശീലത്താൽ നീ അങ്ങനെ ദാനം ചെയ്യുകയാണ്. മഴ നമ്മൾ കൊടുത്ത സോമത്തെ ഇന്ദ്രൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മഴ വർഷിച്ചു തരികയാണ്. ആ ദാനശീലത്താൽ രാജ്യത്തിൻ്റെ ബലവും വർദ്ധിപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയെ ഉൽപ്പാദിപ്പിക്കാം, നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോകും. മഴയാണല്ലോ, കൃഷി വർദ്ധിക്കണ്ടിക്ക് മഴ വേണം. ഇനി 9 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 54 9 തുഭ്യേതേ ബഹുല അദ്രിദുക്താ ചമൂഷത ചമസാ ഇന്ദ്രപാന വിഷ്ണുഹി തർപ്പയ കാമമേഷാമത മനോ വസുദേയായ കൃഷ്വാ. കല്ലുകൊണ്ട് ഇടിച്ച് പിഴിഞ്ഞെടുത്ത സോമരസം ഇന്ദ്രന് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നു. അത് പാനം ചെയ്യാൻ ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ദ്രൻ്റെ ആഗ്രഹം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾക്ക് തരാനുള്ള കാര്യം ആലോചിക്കണേ എന്ന് പറയുന്നു. ഇവിടെ 9 പറയുകയാണ്, ഇന്ദ്ര, കല്ലുകൊണ്ട് ഇടിച്ചു വെച്ച സോമം നമ്മൾ ഇതാ നിനക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കല്ലുകൊണ്ട് സോമലതയെ ഇടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ടാണ് ഇവിടെ അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇതാ നിനക്ക് സോമരസം പിഴിഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നു, നീ ഇത് പാനം ചെയ്യുക, നീ ഇതിനെ ഉപഭോഗം ചെയ്യുക, നീ ഇത് കുടിച്ചോളൂ, അല്ലെങ്കിൽ നീ ഇതിനെ ഉപയോഗിച്ചോളൂ. ഈ സോമത്തെ നീ എടുത്തിട്ട് അതിനെ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചാർജ് കണങ്ങളായിട്ട് അത് മുകളിലോട്ട് പോയിക്കോട്ടെ. നീ അതിനെയാണ് ബാക്കിയെല്ലാം നീയാ ചെയ്യുന്നത്, നീ ഉപഭോഗം ചെയ്തോളൂ. ഇത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തന്നിരിക്കുന്നത്. നീ നിന്റെ ആഗ്രഹം അതാണ് ഇന്ദ്രനാണ് എടുക്കുന്നത്. അപ്പം നിന്റെ ആഗ്രഹം സാധിച്ച ശേഷം ഞങ്ങൾക്ക് തരുവാനുള്ള കാര്യം ആലോചിക്കണേ. നീ അത് കുടിച്ചിട്ട് അങ്ങ് പോയി കളയരുത്. നീ അത് നിന്റെ ആഗ്രഹം സാധിച്ച ശേഷം നീ മുകളിൽ പോയിട്ട് എന്ത് വേണം? ആ കണങ്ങളെ കൊണ്ട് മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴയായിട്ട് ഇങ്ങോട്ട് പെയ്യിപ്പിക്കണേ. അല്ലാതെ നീ അത് കുടിച്ചിട്ട് അങ്ങ് പോയി കളയരുത് എന്ന് പറയുകയാണ്. ചില സോമയാഗമൊന്നും നടത്തി കഴിഞ്ഞാൽ ഇന്ദ്രൻ മഴ പെയ്ക്കാതെ അങ്ങ് പോയി കളയും. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 54 10 അപാം അതിതിഷ്ഠ അരുണഹ്വരം തമോന്തർവൃത്രസ്യ ജഠരേഷ്ട പർവത അഭീമിന്ദ്രോ നദ്യോ വവൃണാഹിത വിശ്വ അനുഷ്ഠ പ്രവണേഷു ജിഘ്നതേ. ജലധാരകളെ തടയുന്ന അന്ധകാരം സ്ഥിരമായിരുന്നപ്പോൾ, മേഘം വൃത്രൻ്റെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ ഇന്ദ്രൻ ആ ജലധാരകളെ നിമ്നപ്രദേശത്തേക്ക് പ്രവഹിപ്പിച്ചു. ജലധാരകളെ തടയുന്ന അന്ധകാരം സ്ഥിരമായിരിക്കുമ്പോൾ, അതായത് അന്ധകാരം സ്ഥിരമായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ അങ്ങനെ നിരന്നിട്ട് മഴ പെയ്യുന്നില്ല. കാർമേഘങ്ങൾ അങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നത്. ആ മഴയാണ്, അതിനെയാണ് കാർമേഘങ്ങളെയാണ് പെയ്യിക്കേണ്ടത്. മേഘത്തെ എന്ത് ചെയ്യാണ്? വൃത്രന്റെ ഉദരത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അപ്പം വൃത്രൻ എന്ന് പറയുന്നത് മഴ പെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശക്തിയാണ്. കാരണം മേഘങ്ങളെ
യോജിക്കാതെ എന്തുകൊണ്ടാണ്? അവിടെ ഒരു എതിർ ശക്തിയുണ്ട്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇന്ദ്ര മഴ പെയ്യിക്കാൻ മേഘങ്ങളെ യോജിപ്പിച്ച് മഴ പെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശക്തി അതിനെ എതിർക്കും. കാരണം അങ്ങനെ തന്നെ നിൽക്കാൻ മതി, സത്വഗുണം, ന്യൂട്ടൺ ഫസ്റ്റ് ലോ. ആ വസ്തുവിന് മേഘങ്ങൾ അങ്ങനെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷെ അതിനെ യോജിപ്പിച്ചിട്ട് മഴ പെയ്യിക്കാൻ ഇന്ദ്രൻ ശ്രമിക്കുമ്പോൾ ദർ ഈസ് എ ഫോഴ്സ് റിയാക്ഷൻ. ആ റിയാക്ഷനാണ് വൃത്രൻ. അപ്പൊ വൃത്തത്തിന്റെ ഗർഭത്തിലാണ് ഈ മേഘങ്ങൾ നിൽക്കുന്നതെന്ന് ഇവിടെ കവിഭാവനയിൽ പറയുകയാണ്. അപ്പൊ ആ വൃത്തനെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? താഴ്ന്ന പ്രദേശത്തേക്ക് ജലത്തെ ധാരധാരിയായിട്ട് ഇന്ദ്രൻ പ്രവഹിപ്പിച്ചു. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 54-11. സ ശേവൃതമധിധാദ്യുമ്നം അസ്മേ മഹിക്ഷത്രം ജനാഷാളിന്ദ്ര തവ്യം രക്ഷാച്ചനോ മഖോന പാഹി സുരീന്ദ്രായോ ച ന സ്വപത്യാ ഇഷേഥാം. സുഖവും യശസ്സും മനുഷ്യരെ വശീഭൂതരാക്കുന്ന ഭരണവും ശക്തിയും ഞങ്ങളിൽ സ്ഥാപിക്കാനും ഞങ്ങളുടെ പ്രമുഖ ജനത്തെ രക്ഷിച്ചുകൊണ്ട് ഐശ്വര്യം, ഉത്തമ സന്താനങ്ങൾ, ശക്തി എന്നിവ ഞങ്ങൾക്ക് നൽകാനും ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് ഇവിടെ പൊതുവായിട്ട് പറയുകയാണ്, ഇന്ദ്ര സുഖവും യശസ്സും മനുഷ്യരെ വശീഭൂതമാക്കുന്ന ഭരണവും. ഇന്ദ്രനോട് പറയാണ്, ഇന്ദ്ര നീ സുഖം നൽകണം, യശസ് നൽകണം, മനുഷ്യരെ വശീകരിക്കുന്ന ഭരണവും, നല്ലൊരു ഭരണവും നീ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. യഥാർത്ഥത്തിൽ ഭരണം ദൂഷിക്കുമ്പോൾ ആ ഭരണാധികാരികളെയെല്ലാം പൊളിച്ച് ദൂരെയിട്ട് വേറൊരു ഭരണത്തെ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നത് ആരാണ്? ഇന്ദ്രൻ തന്നെയാണ്. കാരണം എന്ത് നടക്കുന്നുണ്ടായ രാഷ്ട്രീയമായാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, ഇന്ദ്രൻ തന്നെയാണ്. വേറെ കഥയിൽ വരുമ്പോൾ വിഷ്ണു എന്നെല്ലാം പറയും, ഞാൻ അവതരിക്കുന്നെല്ലാം പറയും. പക്ഷെ വിഷ്ണുവും ഇന്ദ്രനാണ്. വേദങ്ങളിൽ ഏറ്റവും പ്രധാനം ഇന്ദ്രനാണ്. ഇവിടെ രാജാക്കന്മാരെ നിയമിക്കുന്നതും പൊളിക്കുന്നതും എല്ലാം ഇന്ദ്രനാണ്. പക്ഷെ പുരാണ കഥകളിൽ വരുമ്പോഴാണ് അവിടെ വിഷ്ണു കയറി വന്നിരിക്കുന്നത്. വിഷ്ണുവിനെ വേദങ്ങളിൽ നമ്മൾ വിഷ്ണുവിനെ നോക്കുമ്പോൾ ഇന്ദ്രന്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഒരു കൂട്ടുകാരനാണ്, സുഹൃത്താണ്, എല്ലാം ചെയ്യുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രന്റെ ഒരു സുഹൃത്ത് മാത്രമാണ് വിഷ്ണു. പക്ഷെ കഥയിൽ വരുമ്പോൾ എല്ലാം തിരിച്ചു പറഞ്ഞ് പിന്നെ വിഷ്ണുവിന്റെ കീഴിലേക്ക് ഇന്ദ്രൻ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രജകളെ നല്ലൊരു ഭരണം നമുക്ക് തരണം. നല്ല ഭരണം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? സുഖവും യശസ്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് സുഖവും, മഴയെല്ലാം പെയ്തിട്ട് കൃഷി ഉണ്ടായാലും ഭരണം നല്ലതല്ലെങ്കിൽ നമുക്ക് സുഖമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ സുഖം തരണം, യശസ് തരണം, അതിന് നമ്മളെ വശീകരിക്കത്തക്ക ശക്തിയുള്ള ഒരു ഭരണത്തെയും തരണം. എന്നിട്ട് ഞങ്ങളിലെ ശക്തിയും പ്രദാനം ചെയ്യണം. നീ നമ്മുടെ ജനത്തെയെല്ലാം രക്ഷിക്കുകയും വേണം. എന്നിട്ട് ഐശ്വര്യം ഉണ്ടാക്കണം, ഉത്തമ സന്താനങ്ങൾ നൽകണം, ശക്തി എന്നിവയെല്ലാം നമ്മൾക്ക് നൽകണമേ എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ആ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷം നമ്മളോട് കൂടെ തന്നെയുണ്ട്. ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതാണ് നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നത്.